ഇങ്ങനെ ഒരു പുഡിങ് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വീട്ടിൽ ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിലേ ഇപ്പം തന്നെ ഇത് നമുക്ക് ചെയ്തു നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇത് ബ്രെഡ് കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് അറിയാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് സോഫ്റ്റും ടേസ്റ്റും ആണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പോളം ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീം തന്നെ വേണമെന്നില്ല, ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീം എടുത്താലും മതി. ഫ്രഷ് ക്രീം ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് അല്പം മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്കൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൽ അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ. ഒരു സോസ് പാനിലേക്ക് ഒരു 400 ml പാലെടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിലേക്ക് നമുക്കല്പം കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ പൈനാപ്പിൾ കസ്റ്റേർഡ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ പല ഫ്ലേവേഴ്സിൽ കസ്റ്റേർഡ് പൗഡർ കിട്ടാറുണ്ടല്ലോ. ഈ ഒരു കസ്റ്റേർഡ് പൗഡർ നല്ല ഫ്ലേവറാണ് കേട്ടോ, നല്ലൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ തരും. ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് പൗഡർ ഒരല്പം പാലിൽ ഒന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കുവാണ്. കസ്റ്റേർഡ് പൗഡർ എടുക്കുമ്പോൾ 2.5 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഇതുപോലെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഫ്ലേവറിൽ വരുന്ന കസ്റ്റേർഡ് പൗഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ പുഡിങ്ങൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളേ. മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കസ്റ്റേർഡ് നമുക്ക് ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. കസ്റ്റേർഡ് ഇതിൽ നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് തന്നെ വേണമെന്നില്ല, പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ചേർത്ത് കൊടുത്തേ ഉള്ളേ. കണ്ടൻസ് മിൽക്ക് ചേർത്തതിന് ശേഷവും നല്ലപോലെ ഒന്ന് യോജിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് ലോയിലേക്ക് മാറ്റി കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. ഇതിപ്പോൾ 1-2 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത്രയൊരു തിക്നെസ് മതിയാവും, ഒരുപാടങ്ങ് കുറുകി പോകണ്ട. ഈ ഒരു തിക്നെസ്സിലിരുന്നാൽ മാത്രമേ നമ്മുടെ ബ്രെഡ് റെഡിയായി വരുമ്പോൾ സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ. ഇത് ഈ ഒരു ചൂടോടെ തന്നെ നമ്മൾ ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പുഡിംഗ് ട്രേയിലേക്ക് ഒരു ലെയർ ബ്രെഡ് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിന് മുകളിലേക്ക് നമുക്കിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോഴേ ഈ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അതുകൂടി ഇതിന് മുകളിലേക്കായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. വിപ്പിംഗ് ക്രീമിൻ്റെ ഈ ഒരു പോർഷൻ ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. കസ്റ്റേർഡ് മാത്രം ഉപയോഗിച്ചിട്ടും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചെയ്ത് നോക്കാറുള്ളതാണ് കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പിസ്താഷ്യൂസും ബദാമും ആണ് കേട്ടോ, നീളത്തിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ബ്രെഡിൻ്റെ ഒരു ലെയർ കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് സൈഡൊന്നും കട്ട് ചെയ്യാതെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് കളഞ്ഞതിന് ശേഷം എടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ചൂടോടുകൂടി തന്നെ ഈ ഒരു കസ്റ്റേർഡ് ഉണ്ടല്ലോ, ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം, എങ്കിലേ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ബാലൻസ് ഉണ്ടായിരുന്ന ആ ഒരു കസ്റ്റേർഡ് ഇതിന് മുകളിലായിട്ട് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നന്നായിട്ട് ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കസ്റ്റേർഡ് ഈ ഒരു ബ്രെഡിന് മുകളിലായിട്ട് മൊത്തത്തിൽ ഇപ്പോൾ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന ആ ഒരു ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അതുകൂടി ഇതിന് മുകളിലേക്കായിട്ട് മൊത്തത്തിലങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം നട്ട്സ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതാ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തണുപ്പിച്ചാണ് കഴിക്കുന്നത്. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പുഡിങ് സെറ്റായി കിട്ടും. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു പുഡിങ്ങിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇതൊന്ന് 1 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പുഡിങ് ഇപ്പോൾ നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നല്ലൊരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ടെക്സ്ചറിലാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ബ്രെഡ് ഉണ്ടെങ്കിലേ എന്തായാലും ഇത് മസ്റ്റായിട്ട് ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണല്ലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായി എത്തുകയുള്ളൂ.
അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.